വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് കുത്തനെ ഉയരുകയാണ്. വീണ്ടും രാഹുൽ ഗാന്ധി 3,13,001 വോട്ടുകൾക്കിപ്പോൾ മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയെ പിടിച്ചു കെട്ടാൻ എന്താ അദ്ദേഹത്തിൻ്റെ പേര്, കെ എസ് ഹംസ പോരാ, എന്നാണ് ഞാൻ പറയുക. 1,88,157 വോട്ടുകൾക്കാണ് ഇപ്പോൾ അബ്ദുൾ സമദ് സമദാനി മുന്നിൽ നിൽക്കുന്നത്. കാസർഗോഡ് UDF, അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ മാജിക് വീണ്ടും പുറത്തെടുക്കുന്നു. 45,329 വോട്ടുകൾക്കാണ് ഇപ്പോൾ കാസർഗോഡ് UDF മുന്നിൽ നിൽക്കുന്നത്. ബാരാമുള്ളയിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഒമർ അബ്ദുള്ള എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിടെ നാഷണൽ കോൺഫറൻസ്, അതായത് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി അവിടെ ഒരു അതിക്രമം ചെയ്തിട്ടുണ്ട്. അവിടെ PDPയുമായി മറ്റ് കക്ഷികളുമായി ഒന്നും സഖ്യമുണ്ടാക്കാതെ ആ 3 സീറ്റുകളിൽ പോയി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അവിടെ ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ള തോറ്റമ്പിയിരിക്കുന്നു. കിട്ടണം അതിന് എന്ന സംശയമില്ല. ബംഗാളിൽ CPM പരീക്ഷണങ്ങൾ ഫലം കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ വോട്ട് ശതമാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നിലാണ് ഇപ്പോഴും ബംഗാളിൽ CPM നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതാ നോക്കൂ, വടകരയിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന യുവ തുർക്കി കുതിച്ചു മുന്നോട്ട് പോവുകയാണ്. ലീഡ് 5,963. 1 ലക്ഷത്തിലേക്ക് ഇനി കുഞ്ഞു വോട്ടുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതായത് ഒരു പോരാട്ടവും വടകരയിൽ ഉണ്ടായിരുന്നില്ല. ശൈലജ ടീച്ചർ തനിക്കൊത്ത് എതിരാളിയേ ആയിരുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ ഈ റിസൾട്ടിലൂടെ പറഞ്ഞു വെക്കുന്നു. അവിടെയുള്ള എല്ലാ വിവാദങ്ങളും